ദൈവപുത്രന്മാർ അഥവാ സയോണിസ്റ്റുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇസ്രായേലിലെ തന്നെ സെറ്റിൽമെന്റ് മിനിസ്റ്ററുടെ മകൾ പറയുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെന്താണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മകൾ ഇപ്പോൾ ജീവനോടെ ഇല്ല. അവർക്ക് എന്ത് സംഭവിച്ചു, ആ വീഡിയോയിൽ എന്താണ് പറയുന്നത്, അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായും നോക്കുന്നത്. അതുപോലെ ഒക്യുപ്പൈഡ് പാലസ്തീനിൽ നിന്നും ഇന്നലെ ഏപ്രിൽ 12 വന്നിട്ടുള്ള ഒരു വിഷ്വൽസ് ഉണ്ട്. ഈ ദൈവപുത്രന്മാർ അവിടെ എന്താണ് കാണിക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ വിഷ്വൽസ്, അതും നമുക്ക് കാണാം. ആദ്യം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഈ സെറ്റിൽമെന്റ് മിനിസ്റ്ററുടെ മകളുടെ ആ വിഷ്വൽസ് ആദ്യം കാണാം. അതിനുശേഷം അവർക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം. אני שושנה סטרוק, גדלתי ביישוב היהודי בחברון. אחי מגיל 2.5, ההורים שלי היו לוקחים אותי לטקסים פדופיליים, שבהם כמו אילפו אותי, תכנתו אותי באמצעות סמים, באמצעות היפנוזה, באמצעות פגיעות מיניות, ובעצם הם יצרו אצלי כל מיני חלקים, כל מיני זהויות. החל מגיל 13 אבא שלי התחיל לסרסר בי בתל אביב, עשה עליי כסף מה שנקרא. הפגיעות המשיכו עד גיל די מאוחר. בעצם מה שקרה עכשיו זה שאפילו שכבר פרסמתי את זה ואפילו שכבר סיפרתי, אבא שלי ממשיך לפגוע בי. הוא הגיע לדירה שלי ואני שכרתי דירה באופן עצמאי, גרתי לבד. കേട്ടില്ലേ, ഇസ്രായേലി മിനിസ്റ്ററുടെ മകളുടെ അവസ്ഥയാണ്. അതായത് ഇസ്രായേലി മിനിസ്റ്റർ ഓരിത് സ്ട്രോക്ക് സെറ്റിൽമെന്റ് മിനിസ്റ്ററാണ്. അവർ പറയുന്നത് ഇവരുടെ പേര് ശോഷന എന്നാണ്. ജൂയിഷ് സെറ്റിൽമെന്റിലാണ് ഇവർ വളർന്നതൊക്കെ. എന്നാൽ ഒരു 2.5 വയസ്സ് മുതൽ ഇവരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഒരു സെറിമണിയാണ്. സെറിമണിന്റെ പേര് പെഡോഫീലി സെറിമണി. ആ സെറിമണിയിലേക്കാണ് ഇവരുടെ പാരൻസ് ഇവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഇവരെ ഡ്രഗ്സും അതുപോലെ ഹിപ്നോസിസ് ഒക്കെ ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്തു, ട്രെയിൻ ചെയ്ത് മാറ്റിയെടുത്തു എന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഇവർ പറയുന്നത് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അതായത് പാരൻസ് ആണ് കൊണ്ടുപോകുന്നത്. പാരൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള ഇസ്രായേലി സെറ്റിൽമെന്റ് മിനിസ്റ്ററുടെ മകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ബേസിക്കലി ഇവർ പറയുന്നത് ദേ ക്രിയേറ്റഡ് മീ അനദർ ഒരു ഡിഫറെന്റ് പാർട്ട്, ഡിഫറെന്റ് മീ, ഡിഫറെന്റ് ഐഡന്റിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് വേറെ തന്നെ ഒരാളെ ഉണ്ടാക്കി അതിൽ നിന്നും. 13 വയസ്സ് എനിക്കായപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ പിമ്പ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തെൽ അവീവിലേക്ക്. അവിടുന്ന് പണം ഉണ്ടാക്കി. അങ്ങനെ ഈ അബ്യൂസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് കുറച്ചും കൂടി ഏജ് ആയപ്പോൾ, അതായത് പക്വത ആയപ്പോൾ എനിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ബേസിക്കലി വാട്ട് ഹാവ് നൗ എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ, അതായത് എനിക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പബ്ലിഷ് ചെയ്തു, അത് സ്റ്റോറി ആക്കിയിട്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പുറത്ത് പറഞ്ഞു. അതിനുശേഷവും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത്, ഞാൻ വേറൊരു അപ്പാർട്ട്മെന്റ് റെന്റിന് എടുത്തിട്ട് അവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ അവിടെയും എൻ്റെ അച്ഛൻ വന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഒരു മിനിസ്റ്ററുടെ മകളാണ് ഈ പറയുന്നത്. അതായത് അവിടുത്തെ മിനിസ്റ്ററുടെ മകളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയുള്ള മറ്റുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവർ അതിനുശേഷം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലുള്ള വിക്ടിംസിനെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രൗഡ് ഫണ്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, അവരൊക്കെ പറ്റുന്ന രീതിയിൽ അവരൊക്കെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഈ ശോഷന എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ മറ്റൊരു കാര്യമാണ്, എൻ്റെ ജീവൻ, അതായത് ഞാൻ മരണപ്പെട്ടാൽ അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പാടില്ല, കാരണം ഞാൻ അത് ചെയ്യില്ല എന്ന് ശോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മാർച്ചിലാണ്, അതായത് കഴിഞ്ഞ മാസമാണ് ഇവർ മരണപ്പെട്ടിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത്, റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇവർ അവരുടെ അപ്പാർട്ട്മെന്റിൽ സ്വന്തം ജീവൻ എടുത്തു എന്ന രീതിയിലാണ്. എന്നാൽ ഇവർ ആദ്യമേ അത് പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്ന്. പക്ഷെ അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ദ കേസ് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറഞ്ഞത്. ഇസ്രായേലിന്റെ കാര്യമാണ്, നമുക്കറിയാം. ഒന്നാമത് പൊളിറ്റിക്കലി നല്ല ഹോൾഡുള്ള ടീംസ് ആണ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്, മന്ത്രിയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കേസ് എവിടെ പോയി ചെന്നെത്തും നമുക്കറിയാം. അത് അതുപോലെ തന്നെ ക്ലോസ് ചെയ്യും, വേറെ ഒന്നും നടക്കാനില്ല. പക്ഷെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ, ഇതുപോലെ ഒരുപാട് വിക്ടിംസ് ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. ഇവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വിക്ടിംസിന് വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നുണ്ട്, അവരെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ മാത്രമല്ല, ഒരുപാട് പേർ, ഇസ്രായേലിലുള്ള ഒരുപാട് ഇതുപോലുള്ള കുഞ്ഞുങ്ങൾ, അതായത് ഇവർ ചെറുതിൽ 2.5 വയസ്സ് മുതൽ ഇവരെ പ്രോഗ്രാം ചെയ്ത് എടുത്തു എന്നാണ് പറഞ്ഞത്. ഈ സ്ത്രീക്ക് സംഭവിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ഇസ്രായേലിൽ നിന്നും പുറം ലോകം അത്ര പെട്ടെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ, ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ
അറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ആപ്സ്റ്റീൻ ഫയലുമായിട്ട് എന്തെങ്കിലും റിലേഷൻ, ഒരു കണക്ഷൻ നിങ്ങൾക്ക് തോന്നിയോ? അതുപോലെ ഈ പറയുന്ന ദൈവപുത്രന്മാർ ഇന്നലെ ഒക്യുപ്പൈഡ് പാലസ്തീനിൽ ചെയ്തു കൂട്ടിയ അതിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടോ കാണാം. നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ദൈവപുത്രന്മാരുടെ കോപ്രായങ്ങളാണ്. അതായത് ഏകദേശം 100-ൽ കൂടുതൽ ഇസ്രായേലി സെറ്റിലേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, നോർത്ത് സെൽഫേക്ക് വെസ്റ്റ് ബാങ്കിലെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഇതാണ് ദൈവപുത്രന്മാർ. അതുപോലെ നമ്മുടെ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടെ സോൾജേഴ്സ് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ഏറ്റവും മോറൽ സൂക്ഷിക്കുന്ന പട്ടാളക്കാരാണെന്ന്. അവർ പാലസ്തീനികളോട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അവർ തന്നെ വിളിച്ചു പറയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാ കാര്യങ്ങളും, കുട്ടികളോടടക്കം അവരെന്തൊക്കെ ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ ഇപ്പോൾ വന്നിട്ടുള്ള മറ്റൊരു ന്യൂസ് ആണ് ആപ്പിളിന്റെ മാപ്പിൽ നിന്നും, ആപ്പിളിന്റെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മറ്റു ഗാഡ്ജറ്റ്സ്, അതായത് iOSന്റെ മാപ്പിൽ നിന്നും ലബനൻ, ജോർദാൻ അതുപോലത്തുള്ള സ്ഥലങ്ങളിൽ, അതായത് സദേൺ ലബനൻ ആണ്, ജോർദാൻ അതുപോലെ ഈജിപ്ത്, ഈ സ്ഥലങ്ങളിലുള്ള പല വില്ലേജുകളും കാണുന്നില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. എന്നാൽ ആൻഡ്രോയിഡിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആൻഡ്രോയിഡിന്റെ ഗൂഗിളിന്റെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സംഭവമൊക്കെ കാണുന്നുണ്ട്. വീഡിയോ ഒന്ന് കാണാം. സദേൺ ലബനനാണ്. കണ്ടില്ലേ, ഇത് ആൻഡ്രോയിഡിലെ ദൃശ്യമാണ്. അവിടെ സ്ഥലങ്ങളുണ്ട്, വില്ലേജസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പുറം ആപ്പിളിന്റെ അതിൽ നോക്കിയാൽ, iOSൽ നോക്കിക്കഴിഞ്ഞാൽ ആ മാപ്പിൽ സംഭവമൊന്നും കാണുന്നില്ല. എല്ലാം മാനു പോകുന്നുണ്ട്. കുറച്ച് ദിവസം മുൻപ്, ഒരു 2-3 ദിവസം മുൻപ് നെതന്യാഹു കുറച്ച് മാപ്പുമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് ഈജിപ്ത്, ജോർദാൻ, സിറിയ, ലബനൻ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇറാഖ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സിറിയ ഒഴികെ, സിറിയയുടെ സ്ഥലങ്ങൾ അതുപോലെ തന്നെ അവിടെയുണ്ട്. ഏതാണ്ട് ബാക്കിയുള്ള ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെയുള്ള പല സ്ഥലങ്ങളും ഇപ്പോൾ കാണുവാനില്ല. ആരെടുത്തുകൊണ്ട് പോയതെന്ന് അറിയില്ല. ഇതൊക്കെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ഗ്രേറ്റ് ഇസ്രായേൽ ഉണ്ടാക്കാൻ പോകുന്നതിന്റെ സൂചനകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂചനകളല്ല, ഏതാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കയറി ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. גיל 14-15 שנכנסתי לכאן. וואו, 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 איזה שינוי מן הקצה לקצה. היינו אז, לא הפסיקו לצעוק אללהו אכבר, ולהקיף אותנו, ויהודי רק אם הוא מלמל נעצר. לא, אתה מרגיש כמו בעל הבית. מה בעל הבית כאן? עכשיו יש עוד מה לעשות, יש עוד מה לשפר. אני לא מפסיק גם לחפור לראש הממשלה, היה להוביל ולעשות עוד ועוד 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 דברים. אנחנו חייבים כאן לעלות עוד יותר מעלה. ഇത് പറയുന്നത് ഒക്യുപ്പൈഡ് ജെറുസലേം, ഈസ്റ്റേൺ ജെറുസലേം എന്നാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ 14-15 വയസ്സിൽ ഇവിടെ വന്നപ്പോൾ, ചുരുക്കി പറഞ്ഞുതരാം, ഇത്രയേ ഉള്ളൂ, 14-15 വയസ്സിൽ ഇവിടെ വന്നപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെയല്ലായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഓരോ തവണ വരുമ്പോഴും വലിയ വലിയ ചേഞ്ചസ് ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ സമയത്ത്, അതായത് ആ കാലത്ത് അയാൾ 14-15 വയസ്സിൽ അയാൾ വരുന്ന സമയത്ത് ഇവിടെ ചുറ്റും ആളുകൾ നിന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ സറൗണ്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്നാൽ ഞങ്ങൾ ജൂയിഷ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മർമർ ചെയ്താൽ പോലും നമ്മളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ അങ്ങനല്ല. ഞാൻ പ്രധാനമന്ത്രിയോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ കാര്യത്തെക്കുറിച്ചിട്ട്. അവിടെ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരണം, വാട്ട് ഇമ്പ്രൂവ്മെന്റ്സ്, അതുപോലെ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി കൊണ്ടുവരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. ഇപ്പോൾ ഇത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ സ്ഥലമായി മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അയാൾ പറഞ്ഞത്. അതായത് ഒരു സ്ഥലം അതായത് ഇസ്രായേലി കൈയടക്കിയതിന് ശേഷമാണ് പറയുന്നത്. അതായത് ഓരോ സ്ഥലങ്ങളായി ഇവരിപ്പോൾ ഒക്യുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വലിയൊരു എക്സാമ്പിളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് അയാൾ.
അയാൾ പറയുന്നത് ഇനിയും മുകളിലോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞത്, അപ്വേർഡ് എന്ന് പറഞ്ഞില്ല, ഇനിയും മുകളിലോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞില്ല. ഇതന്നെയാണ് പല സ്ഥലങ്ങളിലും. ജോർദാന്റെ ഭാഗത്താവട്ടെ, ജോർദാനിൽ അവർ പിടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ സിറിയ, ഞാൻ പറഞ്ഞു നെതന്യാഹു മിനിയാന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് മാപ്പിൽ കുറച്ച് സ്ഥലങ്ങൾ വെച്ചിട്ട്. ആ സ്ഥലങ്ങളൊക്കെ ലെബനൻ അടക്കം, സദൻ ലെബനൻ അടക്കം അവർ പിടിച്ചെടുക്കും. അതിനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളും ഒക്യുപ്പൈ ചെയ്യുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒക്യുപ്പൈ ചെയ്ത് നടക്കുന്ന ഇവരല്ലേ തീവ്രവാദികൾ? ഇവർക്ക് എതിരെയല്ലേ എല്ലാവരും തിരിയേണ്ടത്? പക്ഷെ അതല്ല, ഇവരെ തൊടില്ലാരും. എന്തുകൊണ്ട്? തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനാണെന്നും പറഞ്ഞ് ലോകത്ത് ഉള്ള പ്രശ്നങ്ങൾ തെച്ചുണ്ടാക്കുന്നത് ഇവരല്ലേ? ആ റീജിയനിൽ ഇപ്പോൾ പീസ് കളഞ്ഞിട്ടുള്ളത് ഇവരല്ലേ? ഇപ്പോഴല്ല, ആദ്യം മുതലേ വർഷങ്ങളായി അവിടെയുള്ള സമാധാനം തകർത്തുകൊണ്ടിരിക്കുന്നത് ഇവരാണ്. പക്ഷേ ഇവരെ ആരും തീവ്രവാദികളായിട്ട് കണക്കാക്കുന്നില്ല. എന്തുകൊണ്ട്?